ദേവീക്ഷേത്രത്തിൽ ഭജന വരുന്ന ഉരുളി കമത്തി ഉണ്ടായ മോന്. അതേ മോൻ തന്നെ ആ ഉരുളി മോഷ്ടിക്കാന്ന് വെച്ചാ ദേവി കോപിക്കാതിരിക്കോ? അതുകൊണ്ടാ എന്റെ മോൻ ഇങ്ങനെയൊക്കെ തോന്നിയത്. ഞാൻ നിരപരാധി അമ്മേ. വടക്കിലെ ദിനേശനും കൂട്ടരും ചേർന്ന് ഉരുളി മോഷ്ടിക്കണമെന്ന് പറഞ്ഞപ്പോ വേണ്ട, സംസാരിക്കണ്ട. ഇനി ഇപ്പൊ സാക്ഷാൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. നാട്ടുകാരുടെ ഇടയിലൊക്കെ ഇപ്പൊ നല്ല മതിപ്പാ. സ്വന്തക്കാരെ പരിഹസിക്കുന്ന ഒരുവനെ അന്യർ ആദരിക്കാറില്ലല്ലോ. ഓ, സ്വന്തക്കാർ ആദരിക്കാത്തോണ്ടാ അന്യര് പരിഹസിക്കുന്നത്, അല്ല സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടല്ല. എനിക്ക് 2 പെൺമക്കളാ. അമ്മാവന്റെ സ്ഥാനത്തുനിന്ന് ഉപകാരം ചെയ്തില്ലെങ്കിലും നാട്ടിൽ ചീത്തപ്പേര് കേൾപ്പിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. ഉള്ളതെല്ലാം മാഞ്ചിയം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ. ദൈവം എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. വൈകി കല്യാണം കഴിച്ചു. ആ കച്ചവടത്തിൽ കിട്ടിയതോ 2 ഇരട്ട പെമ്പിള്ളേര്. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അവറ്റകളുടെ പേരിലും കൂടെ നിക്ഷേപിച്ചു. ഒന്നിന്റെ പേരിൽ 15 മാഞ്ചിയം, മറ്റേന്റെ പേരിൽ 15 തേക്ക്. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കള് മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു. വെള്ളവും വളവും ചോദിക്കാതെ 300 എസ്റ്റേറ്റുകൾ വിലസുന്ന എന്റെ മാഞ്ചിയം തേക്കിൻ മക്കളെ ഞാനും എന്റെ മനസ്സിൽ വളർത്തി. ഒടുവിൽ മോഹിപ്പിച്ചവർ തന്നെ അത് വേരോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും ദീക്ഷയോടെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്റെ കുട്ടി. നിങ്ങളുടെ മരം പോയതിന് എവനോടൊന്നിനാ ദേഷ്യപ്പെടുന്നേ? ഓ, യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കള്. എന്തിനാ കുട്ടികളെ പറയണേ? അവനവന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത്. അതേടി, എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. ഓ, കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? മിണ്ടാൻ ഇടം കൊടുത്ത തൊണ്ടേ കയറും. അതാ സ്വഭാവം. അത്രയുണ്ടോ നിങ്ങള്? ഇല്ല. കുളിച്ചോ? ഇല്ലടോ. എന്നാ പോയത് കുളിക്കും മനുഷ്യ. ഇപ്പൊ കുളിക്കാം. പിന്നെ അച്ചുട്ടി, അത്താഴം കൊണ്ടിട്ട് പോയാൽ മതി കേട്ടാ. അല്ല, ഞാൻ പോവാ. എന്നാ പോയിക്കോ, അതാ നല്ലത്. ഇനിയിപ്പൊ അത്താഴം കൊണ്ടിട്ട് പോയാ മതി മോനെ. ഇപ്പൊ വേണ്ടമ്മേ, അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും. ഒന്നാമന്റെ താണ്ഡവം കഴിഞ്ഞു. എവിടെ അടുത്ത അവതാരം? വരാനാവുന്നേ ഉള്ളൂ. മനസ്സ് വേർത്തിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. കുറച്ച് സമാധാനങ്ങളും കൊടുത്തിരുന്നെങ്കിൽ. എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോ ബാലേട്ടൻ കുടിച്ചിട്ടാവും വരികയെന്ന് തോന്നുന്നു. എങ്കിലും ധാരാളമായി. പഴയ പാരമ്പര്യം പ്രതികാരം ഒക്കെ കേൾക്കാം. ഹലോ, ആളിങ് എത്തിയല്ലോ. ഹലോ കൂട്ടുകാരാ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോയില്ലേ? താങ്ക് യു. ഓ, തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല. ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം. ചാവണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം. അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. ഇനിയിപ്പൊ പ്രശ്നമൊന്നും വേണ്ട. ബാലേട്ടൻ പോയി കിടന്നുറങ്ങ്. അങ്ങനെ എളുപ്പം തന്നെ ഉറക്കണ്ട. അറിയോ, ഈ ചന്ദ്രോത്ത് തറവാട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ. മതി, കുടിച്ചു വന്ന അത്താരം ഉണ്ടോ നോക്ക്. കുളിപ്പിക്കല്ലേ, എന്നെ കുളിപ്പിക്കല്ലേ. ആരാടി നീ? തലയ്ക്ക് വെളിവില്ലാതായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. ഓ, മൈ മിസ്സിസ് ഭാഗ്യലക്ഷ്മി. അറിയില്ലേ, ചന്ദ്രോത്ത് അനന്തൻ നായരുടെ 3ാമത്തെ പുത്രി. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് പുണ്യം തോന്നുന്നില്ലേ? എന്തൊക്കെയാ പറയണേ? ഇല്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മുറപ്രകാരം ഈ മുറച്ചെറുക്കന് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി. ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയിലോട്ടങ്ങ് കെട്ടിവെച്ചു. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ബാലേട്ടാ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. എനിക്ക് തോന്നുമ്പം പറയും, തോന്നുമ്പം കരയും, തോന്നുമ്പം ചിരിക്കും. എന്നെ ഉപദേശിക്കാൻ ആരും വളർന്നിട്ടില്ല. മനസ്സിലായ? ആരും വളർന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോ വളരാനാ? എങ്ങോട്ടാ? ഒന്ന് മുറ്റം വേണം. എന്തിന്? കള്ളു കുടിച്ചവന്റെ കോമാളിത്തരം കേൾക്കാനോ? എന്നാ പിന്നെ ഇവിടെ നിൽക്കല്ലേ. ഓ, ഇനി തുടങ്ങി. സങ്കടമുണ്ട് അച്ചൂട്ടി, സങ്കടമുണ്ട്. ഒന്നും മറക്കാൻ പറ്റണില്ല. കണ്ടോ ആ കസേര? അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്തൻ നായർ ഇരുന്നിരുന്നത്. ദേ ഇവിടെ അല്ലടി,
ഇവൾ നിന്നിരുന്നത്, എന്റെ മുറപ്പെണ്ണ്. ദേ ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും. ആ വാതിലിനപ്പുറത്ത് അമ്മായി തമ്പുരാട്ടിയും പരിവാരങ്ങളും മറഞ്ഞു നിന്നു. അതെ, ഞാൻ ഓർക്കുന്നു, അന്നൊരു ചിങ്ങമാസം 1-ാം തീയതിയായിരുന്നു. അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണ് ചോദിച്ചു വന്നു. വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാം ഒരുക്കി ഞങ്ങൾ വന്നു. സമ്മതിച്ച ചിങ്ങം 18-ന് കല്യാണം. പക്ഷെ പെണ്ണ് ചോദിച്ചതും എന്റെ അമ്മയുടെ മുഖത്തിട്ട് അനന്തൻ നായർ ഫാ എന്നൊരാട്ട്. എന്താ പേടിച്ചു പോയ? അല്ല, പെട്ടെന്ന് ആട്ടിയപ്പോ പിന്നെ പറഞ്ഞിട്ടാട്ടാൻ പറ്റുമോ? ഇല്ല, തീർന്നില്ല. എനിക്ക് പെണ്ണ് തന്നാൽ ഈ തറവാടിന്റെ പടി കയറില്ല എന്ന് ആ മൂശേട്ട കഷണ്ടി മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം. ആ ഥാ, നാറി. പടിയടച്ചു പിണ്ടം വെച്ചാലും പടി വിട്ടിറങ്ങില്ല ആ കോന്തം ആയിരുന്നു. എനിക്കല്ലേ അറിയൂ. നിക്കവിടെ. അയാള് കൈ വിടുക. മാറുക. ചീള്. ഡോ, വരണുണ്ട്. ഡോ, മനുഷ്യ, ഓ, കള്ളു കുടിച്ചാ വായിച്ചിരിക്കണം. ആണോ? ആണോ? എന്നാലൊന്ന് കിടന്നാട്ടെ. എന്തിനാണോ കിടക്കണത്? കള്ളു കുടിച്ചാ വയറ്റിലിരിക്കണമെന്നല്ലേ പറഞ്ഞേ? ഒന്ന് കിടന്നു തരാതെ ഞാൻ എങ്ങനാ ഈ വയറ്റിലോട്ട് കയറി ഇരിക്കണേ? എന്താ ഇത് ബഹളം? അത്താഴം ഉണ്ടിട്ട് ഉറങ്ങാറായില്ലേ ഇതുവരെ? അയൽവക്കക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ അടങ്ങും നിർബന്ധ. എടാ അച്ചൂട്ടി, നീ പോയില്ലേ? എങ്കി പോ. കള്ളും കുടിച്ചൊന്ന് വേണ്ടാതിനും പറയുമ്പോ അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എടാ ബാലകൃഷ്ണ, അടിയൻ ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളും കുടിച്ചോണ്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ കയറി വരരുതെന്ന്. എടാ, എവിടെ അച്ഛൻ എങ്ങാണ്ടോ ഒരു കാലത്ത് ഏതാണ്ടോ പറഞ്ഞെന്ന് വെച്ചാൽ നീ എന്താ എപ്പോഴും അവളെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നത്? അവള് കരയണം. ആഹാ. ആ കണ്ണീര് കാണണം. അങ്ങ് അകലെ നിന്ന് 2 ആത്മാക്കൾ, എന്റെ അമ്മയും ദുഷ്ടനായ ഇവളുടെ അച്ഛൻ അനന്തൻ നായരും, അമ്മായിയുടെ ഭർത്താവ്. ദാറ്റ് ഈസ് മൈ റിവെഞ്ച്. നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറൂ. എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യെന്ന് എന്നോട് പറഞ്ഞത്. 3 തവണ ബൈപ്പാസ് സർജറി നടത്തിയതാ. എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഇനി അച്ഛന്. 3 തവണ ഹൃദയം തുന്നിക്കെട്ടി. ഇങ്ങനെ നിഷ്ഠൂര ഹൃദയനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാ അയാൾ ജീവിക്കുന്നത്? എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ? എടി, എന്റെ കൂട്ടുകാരന് പാരയായ നിന്റെ അച്ഛൻ കോന്തുണ്ടുന്നായര് നാളെ എനിക്കും പറയാവില്ലേ? അച്ഛനെ ധിക്കരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇയാള് പറഞ്ഞപ്പോ തന്നെ ചേച്ചിയും കൂട്ടി ഞാൻ അമ്പലത്തിൽ വന്നത്. ഓ, അപ്പോഴേക്കും ദേഷ്യായോ? അതെ, ഒന്ന് നുള്ളട്ടെ. എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് നുള്ളിയിട്ട്. ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ? വിഷമാടാ അവൾ ഊട്ടിയത്. ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. തുപ്പടാ. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യത്രേ. ബൈപ്പാസ് സർജറി നടത്തിയ അച്ഛന് വേണ്ടി അവൾ എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സുമാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞു? മണ്ണാങ്കട്ട. ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, ഇത് സത്യം. അമ്മേ, ശക്തി തരണേ. വീട്ടിൽ പോടാ. ഈ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല, പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുക. ഒന്നും ഒളിച്ചു വെക്കരുത്, ആത്മാർത്ഥമായിട്ട് പറയൂ. പെൺകുട്ടികളാവുമ്പോൾ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് ഓഫറൊക്കെ ഉണ്ടാവും. നത്തിങ്. പറയൂ, കുഞ്ഞനന്തനെ നീ സ്നേഹിച്ചിരുന്നോ? പറയാൻ പേടിക്കണ്ട, ഞാനൊരു സങ്കുചിതനല്ല.
വളരെ ഓപ്പൺ ഹാർട്ട്, വിശാല ഹൃദയനാണ്. പറ, സ്നേഹിച്ചിരുന്നോ? അപ്പൊ ഞാൻ കേട്ടതില്ല സത്യമായിരുന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ 18 ഊമക്കത്തുകളാണ് എനിക്ക് കിട്ടിയത്. നിറയെ നിന്റെ പ്രേമകഥകൾ. ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ? പറ, നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത്? അറിയില്ല. നിനക്ക് വേണ്ടിയായിരുന്നു അവൻ കിണറ്റി ചാടിയത്? അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, സത്യമാണ്. പക്ഷെ ഈ താലി കഴുത്തിൽ വീണതോടെ എല്ലാം ഞാൻ മറന്നു. വേണ്ട വേണ്ട, നിന്റെ കള്ള കരച്ചിലെന്ന് എനിക്ക് കണ്ട. എന്നെ ഒരുപാട് മണ്ടനാക്കരുത്. നീ നിന്റെ അച്ഛൻ ചേട്ടനെ പറ്റിക്കാണോ? ബാക്കി ഞാൻ വന്നിട്ട്. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? അയ്യോ, ബഹളമൊന്നുമല്ല. ഞാൻ ഈ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലേടി, ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ചേരം ചിരിച്ചോണ്ടിരിക്കാന്ന് കരുതി. എങ്കിലാ കഥ കെട്ടി എനിക്കൊന്നും ഇരിക്കണമല്ലോ. അല്ല, അമ്മാവന് നാളെ ചിരിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം. ഓ. താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ. ഏ? പല്ലില്ലാത്തോണ്ട് ഈ മോളെ കാട്ടി ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടാ. ഓസിസ്റ്റാരെല്ലാം ഞാൻ കേട്ടു. തനിക്ക് എന്താ അറിയേണ്ടത്? ആ കിണറ്റിൽ ചാടിയ ചെറുക്കനും എന്റെ മോളും തമ്മിലുള്ള ബന്ധാണോ? നീ വിചാരിക്കുമ്പോഴുള്ള ബന്ധമൊന്നുമില്ല. പക്വതക്കുറവുകൊണ്ട് പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ. 3ാമത് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളെനിക്ക് വാക്ക് തന്നതാ, അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാന്ന്. മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ ഈ തറവാട്ട് വേണ്ടു. ഏമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ നിന്നെ കൊണ്ട് കെട്ടിച്ചത്. ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രമാത്രം. ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് കളിച്ചാലുണ്ടല്ലോ. ഇത് കണ്ടോ? ഇത് വെച്ച് ബുദ്ധത്വം തന്നാലുണ്ടല്ലോ നീ പൊളയും. ചേരണ്ടിമാരോട് ചന്തി കിട്ടിയ പെടാ, ഓർമ്മയുണ്ടോ? എന്തിനാണോ വാങ്ങെടുത്ത്? പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം അമ്മാവൻ ഓർക്കണം. ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത്, പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആപ്പിളും പഴമൊക്കെ ഇല്ലേടാ മുറിയില്? ആപ്പിളുണ്ട്, പഴങ്ങളൊന്നുമില്ല. എങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ചേ ആ പാലും കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. പോ പോ പോ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഇനി ആത്മഹത്യ ചെയ്യില്ല എന്ന് ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്ക് അവൻ വാക്ക് കൊടുത്തു. ഓരോന്ന് കേൾക്കുമ്പോഴും പാവം എന്റെ ചേച്ചിയുടെ മനസ്സാ പെടേണത്. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം പൂച്ചയെ പോലെയാ. മനസ്സറിയാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് ആര് തലോടിയാലും പെട്ടെന്ന് ഇണങ്ങും. പിന്നെ മടിയിൽ കയറും, മുത്തം തരും, മുട്ടിയുരുമും. അങ്ങനെ ഇണക്കം കൊണ്ടൊരു ബഹളം തന്നെ ആവും. എന്തായാലും ഒരു റിക്വസ്റ്റേ ഉള്ളൂ. കോന്തുള്ളി നാരിക്ക് ഒത്തിരി അനന്തരവന്മാരുള്ളതാ. വല്ല മനസ്സുമാറ്റം ഉണ്ടാവുമ്പോ ഈ ഉള്ളവനെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണേ. സ്വയം ഒഴിഞ്ഞു പോകാനാ. കാര്യമായിട്ടാണോ പറയണത്? ആ, കൂട്ടുകാരന്റെ അനുഭവം അതാണല്ലോ. അതുകൊണ്ടൊരു സംശയം. അടങ്ങിയോ? വഴി മാറി, എനിക്ക് പോണം. ആ, ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടാ. തമാശ അത്? കലങ്ങിയ കണ്ണും കറുത്ത മുഖവും ഈ പെണ്ണിന് അഴകാം. കോന്തുണ്ണി നായരുടെ മോളെ ഒരു കോന്തനും ഞാൻ വിട്ടുകൊടുക്കില്ല, സത്യം. അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വിരൂപമാണല്ലോ. നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരുടെ മുഖം പോലെ. ആ, എന്റെ പതിവ് കോട്ട കിട്ടിയില്ലല്ലോ. മതി, ഇനി കൊഞ്ചണ്ട. വിശ്വാസം എല്ലാത്തിനും സ്നേഹിക്കുക ഈ ശ്യാമളെ കിട്ടില്ല. പറഞ്ഞ് സൽക്കരിച്ചല്ലാതെ താനിനി കാര്യം പറഞ്ഞില്ലല്ലോ. ഇതും കൂടി കാലിയാക്ക്, എന്നിട്ട് കാര്യം പറയാം. താൻ എന്നെ ഫിറ്റാക്കിയ കാര്യം നേടാൻ നോക്കണോ? അയ്യോ, ഇതൊക്കെ വാസുവേട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. എന്തിനാ എന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താ തനിക്ക് പറയാനുള്ളത്? വാസുവേട്ടനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരിക്കണേ. എന്നെ കൈവടിയരുത്. എന്താ തനിക്ക് വേണ്ടത്? കരുണ. കരുണേ? അതെ, കഠിന ഹൃദയനാണെങ്കിലും ഈ വലിയ ശരീരത്തിൽ നിന്നും ഇത്തിരി കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തരില്ലേ? കരയണ്ട.
കരയണ്ട കരയണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ തുറന്നു പറയും. ഈ ശരീരത്തിന് കരുണയൊക്കെ ചോദിച്ചാൽ ഞാൻ കെണിഞ്ഞു പോകും. ഈ കൈ കൊണ്ട് തരാവുന്ന എന്താന്ന് വെച്ചാൽ ചോദിക്കും, ഞാൻ തരാം. അത് പിന്നെ വാസുവേട്ടൻ ഒരാളെ കൊല്ലണം. അറിയാം, പണ്ട് ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോ 2 ആളെ കൊന്ന കൊലയാളിയാണ് വാസുവേട്ടൻ എന്നറിയാം. അത് പണ്ട്. ഇപ്പൊ ഞാൻ കൊലയൊക്കെ നിർത്തിയതാ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഈ ഒരു കൊല കൂടി. ഇത് 5000 രൂപയുണ്ട്. തൊഴിലരഹിതനാ, ഇത്രയും സമ്പാദിക്കാൻ പറ്റുള്ളൂ. സ്വീകരിക്കണം. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണ് വാസുവേട്ടാ. 3-4 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതെല്ലാം സ്വയം ഭാരകളായി. ഓഹോ, അപ്പോ അവൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതെ. ഞാൻ കൊന്നില്ലെങ്കിലും അവൻ മരിക്കോ? ഉം. എങ്കിലും അവനെ കൊന്നേ പറ്റൂ. പറയൂ, ആരാണവൻ? ഞാൻ തന്നെ. താനോ? കൈ വെടിയരുത് വാസുവേട്ടാ, ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു പോയി. എഴുന്നേൽക്ക്. ഏ? തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൊല്ലാം. താങ്ക്സ്. ഇപ്പോഴാണൊന്ന് മനസ്സമാധാനായത്. അധോലോക പാരമ്പര്യമുള്ളവർ പ്രതിഫലം പറ്റിയാൽ സ്വന്തം തന്തയുടെ ആയാലും തലയെടുക്കുന്നു കേട്ടിട്ടുണ്ട്. എങ്ങനെ മരിക്കാനാ ഇഷ്ടം? ഒരാഗ്രഹമുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൊണ്ട് ഇടിച്ചു മരിക്കണമെന്ന്. അതെന്തിനാ? മരണത്തിലൊരു അന്തസ്, ഐ മീൻ റിച്ച്നെസ്. പിന്നെ മരണാനന്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഓപ്പിൽ കുടുംബത്തിന് വല്ലതും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഉപദ്രവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മരണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. സത്യമായിട്ട് നാം മരിക്കേണ്ടവനാണ്. നല്ലൊരു ഹൃദയമുണ്ട്. ഇന്ത്യക്ക് 10 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ തട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞ റെഡിയായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ് സമാധി ഒരുക്കാനൊന്നും പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ കാറിന്റെ രൂപത്തിൽ വരുന്ന കാലനെ എവിടെയും പ്രതീക്ഷിക്കാം. റോഡിലാവാം, കോളേജ് ജംഗ്ഷനിലാവാം, ഒരുപക്ഷെ ബീച്ചിലാവാം. എവിടെയും ധൈര്യമായി പോയിക്കൊള്ളൂ. എന്റെ ജീവിതം ധന്യമായി വാസുട്ടാ. മരിച്ചാലും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പ്രതീക്ഷയോടെ ഞാൻ വിട പറയട്ടെ. അച്ഛാ, അച്ഛൻ നേരത്തെ മരിച്ചു. ഹിന്ദിയിൽ അച്ഛയാണ് ഞാൻ പറഞ്ഞത്. സോറി, ഒരു നിമിഷം ഞാൻ ബോംബെയിൽ അധോലോകത്തിലായി പോയി. ആ വയ്ക്കോ, നിൽക്കൂ. പുറയുന്ന് വിളിക്കല്ലേ. ഭഗവാൻ ആപ്കാ ബലാ കരോ. ആയിക്കോട്ടെ. ഹലോ, ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ടാ കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗി കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ അവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തൊടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു. എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കെ, ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ, ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. ദൈവമേ, വാസുവേട്ടാ. എവിടെ
സോറി തോന്നിയതാ. ഹോ. അമ്മേ. അയ്യോ. പെട്ടെന്ന് പേടിച്ചു പോയി അല്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ എന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ, ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റു നോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. ആ, അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വഴങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞാക്കി. അവരെന്നെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ? അയ്യേ, കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN, കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്ക. എങ്ങനെ? കുന്തൻ. ഇഷ്ടാവില്ലേ? ഹാവൂ. വാസോട്ടെ. ഇതെവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല, അത് പിന്നെ നമ്മൾ. എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ? ഇനി ഇപ്പൊ ചോദിക്കും, ഐസ്ക്രീമും നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്ക്, എന്റെ ലവറാണെന്ന്. എന്താ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? See you, Kundu. Bye. ബൈ.